പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയൊരു ദുഃഖം മാഞ്ഞു പോകാൻ വേണ്ടി ഒന്നാമത്തെ വായന തന്നെ ആദ്യത്തെ വചനത്തിൽ തന്നെ നമുക്ക് തരുന്ന ഒരു പരിഹാര മാർഗമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. നമുക്ക് അപ്പസ്തോലൻ നമ്മളോട് പറയും, സഹോദരങ്ങളെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മരിച്ചവരെ കുറിച്ചുള്ള വേദനയോടുകൂടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നോ നമ്മുടെ ഇടയിൽ. അറിയാലോ, നമ്മുടെ ഉള്ളിൽ ഇത് കേൾക്കുമ്പോൾ പോലും, ഇത് കേൾക്കുന്ന ചിലരുടെ ഉള്ളിലെങ്കിലും മിക്കവാറും പേരുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു സങ്കടം തളം കെട്ടി നിൽക്കുന്നുണ്ടെന്നറിയാം. മരിച്ചുപോയ പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചുള്ള വല്ലാത്തൊരു വേദന, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിങ്ങനെ ഇത്തിരി കനക്കുന്നത് പോലെ, ഭാരപ്പെടുന്നത് പോലെ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. വചനം അതാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അവർക്ക് എന്താ പറ്റണമെന്ന്. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ വരെ കർത്താവിൻ്റെ കൂടെ അവൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സന്തോഷത്തോടു കൂടെ ആടിപ്പാടി ജീവിക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കി. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കവിതയാണിത്, മാമ്പഴം എന്ന് പറയുന്നത്. അതിനകത്ത് മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് അമ്മ ഇങ്ങനെ താഴെ അവൻ്റെ ശവകുടീരത്തിൽ വീണ് കിടക്കുന്ന മാമ്പഴമെടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്ത് കവി ആ കുഞ്ഞിനെക്കുറിച്ച് പറയും, വാനവർക്കാരോമലായി പാരിനെക്കുറിച്ച് ഉദാസീനനായി ക്രീഡാരസലീനനായി അവൻ വാഴുകെ. അതായത് ഈ ഭൂമിയെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ മാലാഖമാരുടെ കൂടെ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ആ കുഞ്ഞ് അവിടെ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ അമ്മ താഴെ എന്തിനാ അവൻ്റെ ശവകുടീരത്തിൽ വന്ന് ഇങ്ങനെ ആ മാമ്പഴം എടുത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണേ? നിദ്ര പ്രാപിച്ചവർക്ക് എന്ത് പറ്റി എന്ന് അറിവില്ലാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഈ കരച്ചിലുണ്ടായിരിക്കും. നമ്മുടെ സങ്കടങ്ങൾക്ക് കുറവ് വരാതെ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കും, നിരാശയോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. എത്ര പേരാണെന്നേ. ആകെ ഉണ്ടായിരുന്നൊരു മകൻ മരിച്ചു പോയതിനെ ഓർത്ത് 15 വർഷത്തോളം ഇങ്ങനെ മുറി അടച്ചിട്ടിരുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ചൊക്കെ നമ്മളൊരു ദിവസം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ജീസസ് യൂത്തുകാരുടെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടൊക്കെയാണ് പിന്നീട് ഒരു ചെറിയ വെളിച്ചം അവരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്തേക്കാണ് ഈ മരിച്ചവരൊക്കെ കടന്നു ചെല്ലുന്നതെന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചെറുപ്പം മക്കളുടെ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്കും അപ്പനൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവർ പിന്നീട് ലൈഫിലൊന്ന് ചിരിച്ചു തുടങ്ങണത്. അത് തന്നെയാണ് നടക്കണേ. ബോബിയച്ചനൊക്കെ പറഞ്ഞൊരു കഥ, അത് പണ്ടേ ഉള്ളിലിങ്ങനെ കയറിയിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ തൻ്റെ അമ്മയോട് അവൾ ചോദിക്കുന്നുണ്ട്, അമ്മ മരിച്ചു പോയവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? മരിച്ചു പോകുന്നവർ എങ്ങോട്ടാണ് പോകുന്നത്? തൻ്റെ കുഞ്ഞിൻ്റെ അവസാനത്തെ ചോദ്യങ്ങളിൽ ഒന്നാണെന്ന് അമ്മയ്ക്കിത് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നുണ്ട്, കരച്ചിലടക്കിക്കൊണ്ട്, മോളെ, നീ കുഞ്ഞായിരുന്ന സമയത്ത് നിൻ്റെ പപ്പ വരണത് നോക്കി കിടക്കുമായിരുന്നു. ആ പപ്പ ഇങ്ങനെ വരാൻ വൈകും തോറും ചിലപ്പോൾ നീ ഉറങ്ങിപ്പോവും. ചില ദിവസങ്ങളിൽ ഉറങ്ങണത് നമ്മുടെ വാതിലിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന്, ചിലപ്പോൾ നിൻ്റെ കുഞ്ഞ് സൈക്കിളിലിരുന്ന്, ചിലപ്പോൾ നിൻ്റെ സ്റ്റഡി ടേബിളിൽ തല ചായ്ച്ച്. പക്ഷെ എവിടേക്ക് കിടന്നുറങ്ങിയാലും പിറ്റേ ദിവസം രാവിലെ നീ നിന്നെ തന്നെ കാണണത് നിൻ്റെ പപ്പയുടെ നെഞ്ചിൽ ഇങ്ങനെ തല ചായ്ച്ച് കിടക്കുന്നതായിട്ടായിരിക്കും. മരിച്ചുപോയവരൊക്കെ ഉണർന്നെഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ മടിയിലേക്കാന്നേ. വചനമതാ പറയണേ. കർത്താവ് പറയൂലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീടൊരുക്കാൻ പോയേക്കാം, വീടൊരുങ്ങിക്കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. കാരണം ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കണം. കർത്താവിൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈശോയുടെ കയ്യും പിടിച്ച് സ്വന്തം വീട്ടിലേക്ക്, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെടാണോ വേണ്ടേ? ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണ്ടേന്നേ. തമിഴ്നാട്ടുകാരുടെ സംസ്കാര രീതി പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പാട്ടുപാടി അത്ര എക്സ്ട്രീമിലോട്ടൊക്കെ പോകണമെന്നൊന്നും പറയണില്ല. പക്ഷെ ഉള്ളിൽ സങ്കടപ്പെടാതിരുന്നൂടെ? ഭാരം വെക്കാതിരുന്നൂടെ? കാരണം എൻ്റെ മരിച്ചുപോയ പ്രിയപ്പെട്ട ഒരാൾ സ്വർഗത്തിലെ കർത്താവിൻ്റെ കൂടെയാണ്. ആൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം വീട്ടിൽ
ഉണർന്നെഴുന്നേൽക്കുന്നത് നമ്മളെക്കാളേറെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മടിയിലാണ്. ആ ഒരു ചിന്ത ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞാൽ എത്രയോ പേരുടെ ജീവിതം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇവരുടെ ഒന്നും ജീവിതം നശിച്ചു പോകുന്നതല്ല, ഇല്ലാതായി പോകുന്നതല്ല, എന്നേക്കുമായി തീർന്നു പോകുന്നതല്ല. നേരെ മറിച്ച് മരണം ഒരു വാതിലാണ്. ആ വാതിലിനപ്പുറത്ത് ഇങ്ങനെ ജീവിതത്തിൻ്റെ തുടർച്ചയുണ്ട്. എല്ലാ കാലത്തേക്കും നശിച്ചു പോകാത്ത നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഈ മരണം എന്ന വാതിൽ. കർത്താവെ, അതൊന്ന് മനസ്സിലാക്കാൻ ആ ഒരു തെളിച്ചം ഞങ്ങളിലേക്ക് ഈ ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിനായി മരണത്തെയും തോൽപ്പിച്ചുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ പ്രത്യാശയുടെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ കല്ലറകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുൻപിൽ ഉദ്ധാനം ചെയ്തവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മഗ്ദലേന മറിയത്തോടെന്നതുപോലെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? കർത്താവെ, കരച്ചിലിനിവിടെ കാരണമില്ലെന്ന്, കരയേണ്ട കാര്യമേ ഇല്ലെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ രാത്രി ഒന്ന് പ്രകാശിപ്പിക്കണേ എന്ന അപേക്ഷയോടുകൂടെ നമുക്കുറങ്ങാനായി പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.